ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് അധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് വാവയുടെ കാത് കുത്തലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാത് കുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ അടുത്ത് തന്നെയുള്ളൊരു ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട്, കാക്ക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത് കുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനും അതുപോലെ പേടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഇവർക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളുടെ കൂടെ ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ മാത്രമായിരിക്കത്തില്ല, ന്യൂലി മോംസ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ജ്വല്ലറി എത്തി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവളുടെ മാലയൊന്ന് മാറ്റി വാങ്ങണം. അങ്ങനെ നമ്മൾ കുറച്ച് കളക്ഷൻസ് നോക്കുവാണേ. 2-3 മാലയൊക്കെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമായിട്ടുണ്ടായി. പക്ഷെ നമ്മൾ അവസാനം എടുത്തത് ഈ ഒരു മാലയാണ് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗി തോന്നി കേട്ടോ. ആളവിടെ എത്തിയപ്പോൾ വീണ്ടും ഉഷാറായി, ഭയങ്കര കളിയിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മാല ട്രയൽ നോക്കി. ഈ ഒരു മാലയെ നമുക്ക് കൂട്ടത്തിൽ ഇഷ്ടമായിട്ടുണ്ടായി, പക്ഷെ അത് കുറച്ച് വീതിയായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ അതെടുത്തില്ല. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ആ ഒരു മാല തന്നെയാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ലോക്കറ്റും കൂടെ ഉണ്ട്, നമ്മുടെ പഴയ ലോക്കറ്റ് തന്നെയാണ് കേട്ടോ. മാലയൊക്കെ മാറ്റി വാങ്ങിയ ശേഷം പിന്നീട് എനിക്ക് അങ്ങോട്ട് വീണ്ടും ടെൻഷൻ തുടങ്ങി. ഇനി കാതുകുത്തലാണല്ലോ, അവൾ കരയുമോ വേദന എടുക്കുമോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ടെൻഷൻ. എല്ലാവരും പറയുന്നത് ഈ ഒരു പ്രായത്തിൽ കാത് കുത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമ്മുടെ ചെവിയുടെ കട്ടി കൂടും തോറും നമുക്ക് പെയിനും അതിനനുസരിച്ച് കൂടും എന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരും പറയുന്നത് കൂടെ ഒന്ന് കേൾക്കണമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഇപ്പം അടിക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. അല്ലാണ്ട് എനിക്കും കാക്കാക്കും പിന്നീട് കാത് കുത്താം അങ്ങനെയായിരുന്നു. ഒരു 2-3 വയസ്സാകുമ്പോൾ കാത് കുത്താം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ ഡോക്ടർമാർ വരെ പറയുന്നത് ഈ ഒരു പ്രായത്തിൽ കാത് കുത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ബർത്ത്ഡേക്ക് മുന്നേ കുത്തിക്കളയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി കാതുകുത്താണ്. അപ്പോൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. നമ്മുടെ ഈ ഒരു മാറ്റി വാങ്ങുന്ന സ്വർണം ഹീറ്റ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ മാറ്റുന്ന ആ ഒരു പരിപാടിയൊക്കെ നടക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഡയമണ്ട് കമ്മൽ എനിക്ക് ഇഷ്ടമായി. അതുപോലെ ഇതൊരു മൂക്കുത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ലൈറ്റ് വെയ്റ്റിൽ വരുന്ന മാലയും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ സ്വർണ്ണത്തിൽ നിന്നും തൊട്ട് കളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ ഇപ്പോൾ. എന്ത് വിലയാണല്ലേ സ്വർണ്ണത്തിനൊക്കെ. ഇനി നമ്മൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് ഇരിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് നമുക്കൊന്ന് പുറത്ത് പോയി ഷാർജ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങുവാണ്. ഷാർജയൊക്കെ കുടിച്ചിട്ട് പയ്യെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വാവ ഒന്നും അറിയുന്നില്ല, ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് മുട്ടായിയൊക്കെ കഴിച്ചിട്ട്. എനിക്കപ്പോഴും എന്താവും എന്നിങ്ങനെ മനസ്സിലിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, വീണ്ടും വന്നു. കാത് കുത്തുന്നതിന് മുന്നേ നമുക്ക് എവിടെയാണ് സ്റ്റഡ് അടിക്കേണ്ടത് അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണമായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം കമ്മൽ ചൂസ് ചെയ്യുവാണ്. നമ്മൾ ഗൺ ഷൂട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കമ്മൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് നമ്മുടെ കാതിലോട്ട് കുത്തിത്തരും. അപ്പോൾ റുവാക്കുട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ കമ്മലൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി കാത് കുത്താൻ വേണ്ടി പോവുകയാണേ. റുവാക്കുട്ടിക്ക് വലിയ എക്സ്പ്രഷൻ ചേഞ്ചൊന്നും ഇല്ല, ഇനി കാത് കുത്തുമ്പോൾ അറിയാം. അങ്ങനെ ആദ്യത്തെ കാത് കുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കാത് കുത്തിന് അവൾക്ക് സംഭവം മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് അടങ്ങിയിരുന്നു തന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ചു എന്നല്ലാണ്ട് അവൾക്ക് വലിയ വേദനയൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ ആവശ്യത്തിനുള്ള കളിപ്പാട്ടമൊക്കെ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവളെ കൂടുതൽ എൻഗേജ്ഡ് ആക്കി ഇരുത്തി കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് അവളുടെ കൈ എന്തോ കാതിൽ തട്ടിയിട്ട് വീണ്ടും അവൾക്ക് പെയിൻ തോന്നി. അങ്ങനെ ആൾ കരച്ചിൽ വീണ്ടും തുടങ്ങി കേട്ടോ. എനിക്ക് സത്യത്തിൽ നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നെ ആളുകളുടെ മുമ്പ് വെച്ച് കരയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സംയമനം പാലിച്ചിരിക്കുവാണ്. എനിക്ക് മാത്രമല്ല കാക്കാക്കായാലും എല്ലാവർക്കും വിഷമം തോന്നി കേട്ടോ അവളിങ്ങനെ കരയുന്ന കണ്ടിട്ട്. കരഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി രണ്ടാമത്തെ കാത് കുത്താൻ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ചിരുത്തി രണ്ടാമത്തെ കാത് കുത്തുവാണേ. അങ്ങനെ അതും കൂടെ കുത്തിക്കഴിഞ്ഞപ്പോൾ മാഷാ അല്ലാ 2 കാതും കുത്തി. അങ്ങനെ നമ്മുടെ കാത് കുത്തുന്ന പരിപാടി കഴിഞ്ഞിരിക്കുവാണ്. എന്തായാലും അവിടുത്തെ സർവീസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അവർ നല്ല രീതിക്ക് സമയം തന്ന കാത് കുത്തിയത്. അങ്ങനെ കാത് കുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ആദ്യത്തെ ഒരു കരച്ചിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവൾ ഓക്കെ ആയി. ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കരച്ചിൽ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞുമക്കൾക്ക് ഈ ഒരു പ്രായത്തിൽ, ഇപ്പോൾ വാവയ്ക്ക് ഈ 17-ാം തീയതി ബർത്ത്ഡേ ആണ്, 1 ഇയർ ആവാൻ പോവുകയാണ്. ഈ ഒരു പ്രായത്തിൽ കാത് കുത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അവളുടെ ഒരു കാത് കുത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു കുട്ടി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.